നമസ്കാരം. ഷീബ ടീച്ചറിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA സെമസ്റ്റർ 2 പാഠപുസ്തകത്തിലേക്ക് കടക്കാം. വിനിമയ മലയാളവും സർഗാത്മക രചന എന്ന പുസ്തകത്തിലെ രണ്ടാമത്തെ പാഠമാണ് അടുക്കളയിൽ തിളച്ച് വേവുന്നത്. എസ് ശാരദക്കുട്ടിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. സ്ത്രീപക്ഷ എഴുത്തുകാരികളിൽ വളരെ പ്രമുഖയായ ലേഖികയാണ് എസ് ശാരദക്കുട്ടി. അപ്പോൾ ഇവിടെ ഒരു അടുക്കളയിലെ ഒരു ആഹാരം പാചകം ചെയ്ത് തുടങ്ങാനുള്ള ഒരു ഭാഗം ആണ് ഇവിടെ. ആദ്യം ചേരുവകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മോദകമാണ്. മോദകം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു റെസിപ്പിയാണ് കൊടുത്തിരിക്കുന്നത്. മുളക് ഉടച്ചതിനും ഉണക്കമീൻ ചമ്മന്തിക്ക് ഇത്തരം കുറിപ്പുകളും ഉണ്ടാക്കാം. പണ്ട് നമുക്കിങ്ങനെ കണക്കൊന്നുമില്ല, ഇത്ര 1/2 കിലോ പച്ചരി ഇങ്ങനെ കണക്കൊന്നുമില്ല. ഒരു വീട്ടമ്മയ്ക്ക് വീട്ടിൽ പലഹാരം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എടുക്കാനുള്ള അളവ് അവൾക്ക് എടുക്കാൻ അറിയാം. അപ്പം ഇത് തന്നെ നമുക്ക് ചില സമയത്ത് ഈ മോദകത്തിൻ്റെ അതേ മാവിനെ തന്നെ ലേപ്പമാക്കാം, അടയാക്കാം, അങ്ങനെ പലതും ചെയ്യും. മുമ്പൊക്കെ ജോലികൾ രാവിലെ തുടങ്ങും, അടുക്കള ജോലികൾ. അപ്പോൾ അടുക്കള ജോലി കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ടുള്ള വിശ്രമം പണ്ടത്തെ സ്ത്രീകൾക്കില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ആഹാരം കഴിഞ്ഞാൽ 4 മണിക്കുള്ള പലഹാരത്തിൻ്റെ എന്താണ് പലഹാരത്തിന് ഉണ്ടാക്കേണ്ടതെന്നുള്ള ചിന്തയായിരിക്കും അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും. അപ്പോൾ സെൻ ബുദ്ധിസ്റ്റുകളൊക്കെ പറയുന്ന ഓരോ തവണയും നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ പുതിയ വിഭവങ്ങളായിരിക്കും. അടുക്കള ഒരു പരീക്ഷണശാലയാണ്. അത്ഭുതകരമായ രസതന്ത്രങ്ങളാണ് ആ പരീക്ഷണശാലയിൽ നടക്കുന്നത്. ഈ അടുക്കളയാകുന്ന പരീക്ഷണശാലയിൽ കയറി കഴിഞ്ഞാൽ ട്രപ്പീസ് കളിക്കാരെ പോലെയാണ് പിന്നീട് അവിടെയുള്ളവർക്ക്. അവർക്ക് എങ്ങനെയും ഈ അടുക്കള മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാം. അപ്പോൾ അവർക്ക് ജോലി ചെയ്യുമ്പോൾ എത്ര മനസാന്നിധ്യമില്ലെങ്കിലും സാമ്പാറിൻ്റെ കൂട്ട് അവിയലിൻ്റെ കൂട്ടിൽ ഒരിക്കലും സാമ്പാറിലോ വീഴാറില്ല. ഒരു യന്ത്രത്തിന് വേണ്ട കാര്യക്ഷമത അവൾക്ക് ഉണ്ടായിരിക്കും. അമ്മ, അമ്മൂമ്മ ഇങ്ങനെ പല സ്ത്രീകളിൽ നിന്ന് ആർജിച്ച ഒരു അറിവാണ് അവൾ അടുക്കളയിൽ കാണിക്കുന്നത്. അവസാന അധ്വാനത്തിനൊടുവിൽ മാംസപിണ്ഡം പോലെ കിടപ്പിലാവും അമ്മ. ഇത് സ്വാഭാവികമായ അടുക്കളയുടെ ഒരു ചരിത്രമാണ്. ഇനി സാമ്പത്തിക സാമൂഹികമായ മറ്റൊരു ചരിത്രവും കൂടി അടുക്കളയ്ക്കുണ്ട്. ഒരു വീട്ടിൽ താമസിക്കുന്നവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു പാചകമുറി മാത്രമല്ല അടുക്കള. ഈ തൊഴിലിടം സാമൂഹ്യ പരിഷ്കരണ രംഗങ്ങളിൽ ഈ തൊഴിലിടത്തെ അടുക്കള എന്ന തൊഴിലിടത്തിനെ ആരും ശ്രദ്ധിച്ചിട്ടില്ല. മാതൃദായത്തിൻ്റെ ക്ഷയം, ആധുനികതയുടെ കടന്നുവരവ്, ജാതീയവും സാമുദായികവുമായ പരിഷ്കാരങ്ങൾ, പിന്നെ ആർക്കിടെക്ചറിലെ പരീക്ഷണങ്ങൾ, ആഗോളവൽക്കരണം, ഇതെല്ലാം അടുക്കളയുടെ ബാഹ്യ സ്വഭാവത്തെ പരിഷ്കരിച്ചപ്പോൾ അതിൻ്റെ ആന്തരികതയിൽ എന്താണ്? ചിലപ്പോൾ അടുക്കളയ്ക്ക് മോടി കൂട്ടിക്കാണും, അല്ലെങ്കിൽ ഒരുപാട് ഉപകരണങ്ങൾ അടുക്കളയിൽ വന്നു കാണും. എന്നാൽ പോലും അടുക്കളയിൽ എന്നും